അപ്പോൾ ഗൈസ് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ മൈൻക്രാഫ്റ്റ് 100 ഡേയ്സ് ഐലൻഡ് പാർട്ട് 2ലേക്ക്. അപ്പോൾ ഗൈസ് നമ്മൾ കഴിഞ്ഞ വീഡിയോ കുറേ ട്രീ ഒക്കെ പ്ലാൻ ചെയ്തായിരുന്നു, അതെല്ലാം വളർന്നിട്ടുണ്ട് ഗൈസ്. നമ്മുടെ ഷീപ്പും വളർന്നിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമ്മുടെ ഫാമിംഗ് നടത്താം ഗൈസ്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് എനിക്കെന്താ അഡ്വാൻസ്മെൻറ്റ് കിട്ടിയ കാണിച്ചു. എൻ്റെ പണ്ടത്തെ കൊണ്ട് ഡെബ് ഗെയിമിനെ ഞാൻ ഡെബിലോട്ട് കൺവേർട്ട് ചെയ്യാൻ നോക്കിയപ്പോൾ എന്തോ പ്രശ്നം പറ്റി, എൻ്റെ സ്കിന്നും പോയി. അപ്പോൾ ചെറിയ കുഴപ്പം കാണിച്ചത്, എന്നാലും കുഴപ്പമില്ല ഗൈസ്. നമുക്ക് നമ്മുടെ ഫാമിംഗ് നടത്താം ഗൈസ്. ഇവിടെ പൊട്ടറ്റോ എല്ലാം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് നമ്മൾ ബേക്ക്ഡ് പൊട്ടറ്റോ ആക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഗൈസ് ഫർണസിൽ. പിന്നെ ഗൈസ് നമ്മുടെ വീട്ടിൽ ഇട്ടിട്ടുണ്ട്. നമുക്ക് ഇവരെ ഇത്തിരി വളർത്താൻ ഗൈസ്. നമ്മൾ ഈ കൗന് കൊടുക്കുന്നില്ല, കാരണം അവന് പാർട്ട്ണറില്ല. അതുകൊണ്ട് നമ്മൾ ഈ ഷേപ്പിൽ കൊടുക്കാം, ഇവരെ ബേബി പ്രൊഡ്യൂസ് ചെയ്യട്ടെ. അപ്പോൾ ഗൈസ് പിന്നെ ഗൈസ് നമുക്ക് ഇവിടെ ഞാൻ 2 കൗനെ കണ്ടായിരുന്നു. നമുക്കതിന് തപ്പട്ടെ. ഞാൻ വന്നപ്പോൾ 2 കൗൺ ഉണ്ടായിരുന്നു. ഒരു കൗന് കിട്ടി, മറ്റേ കൗന് കാണില്ല. അത് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവനെയും കൂട്ടിക്കൊണ്ട് നമുക്ക് നമ്മുടെ ഫാമിലോട്ട് പോകാം ഗൈസ്. മറ്റവനോടെ ഇവിടെ. അപ്പോൾ നമുക്ക് ഇവരെല്ലാവരും കൂടെ കൂട്ടി നമുക്ക് ഫാമിലോട്ട് പോകാം. അപ്പോൾ ഗൈസ് രാത്രി ഞാൻ പറഞ്ഞിട്ടുണ്ട് ഗൈസ്, ഞാൻ ഇവരെ ട്രാപ്പ് ചെയ്ത് ഇവിടെ വെക്കാം. അപ്പോൾ ഗൈസ് നമുക്ക് ഉറങ്ങാൻ പോകാം. നമ്മുടെ AFK വീട്ടിലോട്ട് ഇന്നത്തെ നമ്മൾ ഉറങ്ങാൻ പോകും. ഒരു ബെഡ് ക്രിയേറ്റ് ചെയ്യാൻ അടുത്ത വീട്. അപ്പോൾ നമ്മുടെ ഡേ 12 ആയിട്ടുണ്ട് ഗൈസ്. ഇന്ന് ഞാനൊരു വീടുണ്ടാക്കാൻ പ്ലാൻ ചെയ്യുക. അതിനുവേണ്ടി എനിക്ക് ട്രീ എല്ലാം കട്ട് ചെയ്യണം. ഞാൻ ട്രീ കട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ് ഞാൻ ഡേ 12 മുഴുവനും ട്രീ കട്ട് ചെയ്ത് നമ്മുടെ സ്ഥലം നേരെയാക്കി ഗൈസ്. പിന്നെ ഗൈസ് ഞാൻ ഇത്തിരി സ്ഥലത്തെ വലുതാക്കാൻ വേണ്ടി ഡേർട്ട് വെച്ച് നമ്മുടെ ഐലൻഡ് ഇത്തിരി വലുതാക്കി ഗൈസ്. അപ്പോൾ ഞാൻ എൻ്റെ ഫാമിങ് ഇത്തിരി കൂടെ വലുതാക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ പണ്ടത്തെ ഫാം ഞാൻ പൊട്ടിച്ചിട്ട് പുതിയ ഫാമിങ് ഞാൻ തുടങ്ങി ഗൈസ്. അപ്പോൾ ഞാൻ അത് ഇത്തിരി കൂടെ വലുതാക്കി നമ്മുടെ ഫുഡ് സോഴ്സ് കൂട്ടിയിടാൻ. പിന്നെ ഞാൻ പൊട്ടറ്റോ, ക്യാരറ്റ് ഇതെല്ലാം പ്ലാൻ ചെയ്തു, എല്ലാത്തിനെയും പ്ലാൻ ചെയ്തു ഗൈസ്. പിന്നെ അവസാനത്തെ 2 കൂടെ വെച്ച് സെറ്റാക്കി ഗൈസ്. പിന്നെ ഗൈസ് ഞാൻ വലിയൊരു കുന്നും പോലത്തെ ആ സാധനം ഇല്ലേ, അത് ഞാൻ നേരെയാക്കാൻ പോവുക ഗൈസ്. അത് ഞാൻ ഷവലെല്ലാം കുറേ ഉണ്ടാക്കി സ്റ്റോണിൻ്റെ. അപ്പോൾ ഗൈസ് നമ്മൾ അവസാനം മഴയും വന്ന് ഇത് തീർത്ത് ചെയ്തു. അപ്പോൾ ഗൈസ് നിങ്ങൾ ബാക്ക് നോക്കുവാണെങ്കിൽ അവിടെ വലിയ കുന്നു പോലെ ഇരുന്ന സാധനം എല്ലാം സെറ്റാക്കിയിട്ടുണ്ട് ഗൈസ്. ഫുൾ ഫ്ലാറ്റ് ആക്കിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മുടെ ഇന്ന് തന്നെ വേണം നമുക്കൊരു ബെഡ് ഉണ്ടാക്കാം ഗൈസ്. അതിനുവേണ്ടി നമ്മൾ ഷീറ്റ്സ് വെക്കാം. നമ്മളിവരെ കൊല്ലുന്നില്ല. നമ്മൾ ഷീറ്റ്സ് എടുത്തിട്ട് നമുക്ക് അങ്ങോട്ട് പോകാം. ഇവരെല്ലാം നമുക്ക് തുണിയിലാക്കാം. നമുക്ക് ഈ തുണിയിലാക്കിയിട്ട് നമ്മൾ ഇത്തിരി നമ്മുടെ വീടുണ്ടാക്കാൻ വേണ്ടിയുള്ള റിസോഴ്സ് കളക്ട് ചെയ്യുക. അതിനുവേണ്ടി ഞാൻ കുറേ സ്റ്റോൺ മെൽറ്റ് ചെയ്യുക ഗൈസ്. നമുക്ക് സ്റ്റോൺ ബ്രിക്ക് ഉണ്ടാക്കാൻ വേണ്ടി. പിന്നെ കുറേ മരങ്ങളുടെ ലീവ്സ് നമുക്ക് വെട്ടണം ഡെക്കറേഷന് വേണ്ടി. അപ്പോൾ ഞാൻ താഴോട്ട് ഇത്തിരി മെറ്റീരിയൽസിന് വേണ്ടി മൈൻഡ് ചെയ്യാൻ പോവുക ഗൈസ്. ഇത്തിരി നേരം എടുക്കും. ഇപ്പോൾ ഡേ 15 to 20 ഞാൻ ഈ നമ്മുടെ വീടല്ല ഒരു കാസിൽ ഉണ്ടാക്കാൻ വേണ്ടി പോയി. ഗൈസ് ഞാൻ ആദ്യം ഇന്ത്യയിൽ ഉണ്ടാക്കി. എൻ്റെ ഉണ്ടാക്കുന്ന ലിങ്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനുണ്ട്, വേണമെങ്കിൽ പോയി നോക്കിയോ നിങ്ങൾക്ക് ഉണ്ടാക്കണമെങ്കിൽ. പിന്നെ ഗൈസ് ഞാൻ ഡേ 15 ഫുൾ കുത്തിരുന്ന് കഷ്ടപ്പെട്ട് ഉണ്ടാക്കാൻ തുടങ്ങി. വുഡെല്ലാം കളക്ട് ചെയ്ത് വലിയ പില്ലേഴ്സൊക്കെ ഉണ്ടാക്കി. പിന്നെ ഗൈസ് നമ്മുടെ പണ്ടത്തെ ഒരു ശത്രുവിനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ കുറേ തവണ കൊന്ന ഒരു ശത്രുവിനെ കിട്ടിയിട്ടുണ്ട്. അവനെ കൊന്നിട്ട് നമുക്ക് നമ്മുടെ ബിൽഡ് കണ്ടിന്യൂ ചെയ്യാം. ഞാനിവിടെ മേളിൽ കുറേ ഡെക്കറേഷൻ്റെ ഭാഗമായിട്ട് കുറേ സംഭവമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ശരിക്കും സ്പ്രൂസിൻ്റെ വുഡ് വേണ്ട, പക്ഷേ എൻ്റെ അതില്ലാത്തതുകൊണ്ട് തൽക്കാലത്തേക്ക് ഞാൻ ഇത് ഉപയോഗിക്കാം. പിന്നെ ഒരു ഫാം ഉണ്ടാക്കി ഗൈസ്. നമ്മുടെ ഷീപ്പിനും കവുനും ഒരു വലിയ ഫാം ഉണ്ടാക്കി. പിന്നെ നമ്മൾ ലാസ്റ്റ് ഒരു കൊടിയും കൂടെ വെച്ചിട്ട് ഞാൻ എൻ്റെ ബിൽഡ് കംപ്ലീറ്റ് ചെയ്തു. അങ്ങനെ കുറച്ച് നേരത്തിനുള്ളിൽ തന്നെ ഞാൻ വീടെല്ലാം കംപ്ലീറ്റ് ചെയ്തു ഗൈസ്. നമ്മുടെ വീട് ബ്യൂട്ടിഫുൾ കാസിൽ കംപ്ലീറ്റ് ചെയ്തു ഗൈസ്. ഈ ഒരു ചെറിയ ഏരിയയിൽ ഞാൻ ഇത്രയും സംഭവങ്ങളെല്ലാം ഉണ്ടാക്കി. നമ്മുടെ ഫാം വലുതായിട്ടുണ്ട്. ഇനി നമുക്ക് അകത്തോട്ട് പോകാം. അകത്ത് ഒന്നുമില്ല, അവിടുത്തെ ദരിദ്രവാസിയാണ്, കാശൊന്നുമില്ല, പാവപ്പെട്ടാണ്. പിന്നെ ഗൈസ് നമ്മുടെ ഫാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഈ നമ്മുടെ ഈ ഷീപ്പിനൊക്കെ അങ്ങോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യാം ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ ഇവരെല്ലാവരും കൂട്ടിക്കൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകാം. ഈ ചിലവരെന്താകത്തിരിക്കുന്നത്, നമുക്ക് ഇവരെല്ലാം കയറ്റിക്കൊണ്ട് ആ ഫാമിലോട്ട് കൺവേർട്ട് ആക്കാം. അപ്പോൾ ഒരുത്തം മാത്രം തരാം അങ്ങോട്ട് പറഞ്ഞാൽ, ഇവനെയും കൂടെ കൂട്ടിക്കൊണ്ട് പോകാം. അവൻ വരാത്തത് അങ്ങനെ അവനെയും കിട്ടി. ഗൈസ് നമുക്ക് ഇവരെല്ലാവരും കൂടെ കൂട്ടി നമുക്ക് മറ്റിടത്ത് പോകാം. നമ്മുടെ വലിയൊരു ഫാമിലി ഇവർക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാം. പക്ഷേ ഗൈസ് ഇവരെനിക്ക് ഒന്ന് സെപ്പറേറ്റ് ആക്കണം. കവും ഷീപ്പിൽ എനിക്ക് പറ്റത്തില്ല, അതുകൊണ്ട് ഞാൻ സെപ്പറേറ്റ് ആക്കാം ഗൈസ്. ഇവിടെ ഞാൻ ഷീപ്പിനെല്ലാം സെപ്പറേറ്റ് ഇട്ടായിരുന്നു. ആദ്യമേ ഈ കുഴിക്കകത്ത് ഞാൻ ഈ ഷീപ്പുകൾ വിടട്ടെ. ഈ ഷീപ്പുകളില്ലാത്ത ഞാൻ താരോട്ട് ഇടാൻ പോവാം. 1 2 3 4 5 ഓക്കെ. ഇവരെല്ലാവരും പറ്റി. അപ്പോൾ ഗൈസ് ഞാൻ എല്ലാത്തിനും സെപ്പറേറ്റ് ഉണ്ട് ഗൈസ്. ഇനിയിപ്പോൾ എല്ലാത്തിനും നമ്മൾ കൂട്ടിക്കൊണ്ട് ഈ ഫാമിലോട്ട് ഇറങ്ങാം. ഇവിടെ ഉണ്ട് ഗൈസ്. നമ്മൾ ഷീപ്പിൻ്റെ എണ്ണം കുറേ ഉണ്ട്, പക്ഷേ നമ്മുടെ കൗൻ്റെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുക. നമുക്ക് കൗൻ്റെ എണ്ണം കൂട്ടണം. പിന്നെ അതിൻ്റെ ഗൈസ് ഇവിടെ ചിക്കൻ വല്ല സ്പോണാണെങ്കിൽ നമുക്ക് നല്ല കാര്യമാണ്. നമുക്ക് ചിക്കൻ ഇതുവരെ സ്പോണായിട്ടില്ല. നമുക്ക് ഈ വലിയ ഫാമിലോട്ട് ഈ ഷീപ്പുകളെല്ലാം കൺവേർട്ട് ചെയ്യാം. അവരുടെ എണ്ണം കൂടുതലായതുകൊണ്ട്. ഈ അറ്റത്തിരിക്കാൻ എന്താ പറയുക, അവനെ കൂടെ കൂട്ടിക്കൊണ്ട് നോക്കുക. ഓക്കെ, എല്ലാത്തിനെയും കിട്ടിയിട്ടുണ്ട് ഗൈസ്. അടുത്ത നമുക്ക് ഈ കൗകളെല്ലാത്തിനെയും ഈ ചെറിയ സാധനത്തിലോട്ട് കയറ്റി വെക്കാം ഫാമിലോട്ട്. ഈ സാധനത്തെ എല്ലാത്തിനും കേട്ടിട്ട് ഇനി ഇവരെല്ലാം ബ്രീഡ് ചെയ്യണം. പക്ഷെ നമ്മുടെ വീട്ടിൻ്റെ എണ്ണം കുറവാണ്. നമുക്ക് ഫാമിൽ പോയി ഇത്തിരി ഹാർവെസ്റ്റ് ചെയ്യണം. അപ്പോൾ ഇവരെ എന്തെങ്കിലും കൊടുക്കട്ടെ. ഇവരെ കൊടുത്തില്ല.
ഇവരും കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ കൗകളെല്ലാം ബ്രീഡ് ചെയ്ത് അടുത്ത പിള്ളേരൊക്കെ ഉണ്ടാക്കട്ടെ. പിന്നെ നമുക്ക് ഈ ഷീപ്പുകളെയും ബ്രീഡ് ചെയ്യാം. നമുക്ക് ഇവരുടെ പിള്ളേരും ഉണ്ടാക്കുന്നത് ഇത് എണ്ണം കൂട്ടണം ഗൈസ്, നമുക്ക് അതിൻ്റെ ആവശ്യം വരും. പിന്നെ ഗൈസ് നമുക്ക് ഈ ഹോളെല്ലാം വെറുതെ കടക്കണ്ടല്ലോ, അപ്പോൾ നമുക്ക് അതെല്ലാം ഫില്ല് ചെയ്യാം. അപ്പോൾ ഗൈസ് ഫില്ലെല്ലാം ചെയ്ത് കഴിഞ്ഞു ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മുടെ ക്യാസിൽ നമ്മൾ ബിൽഡ് ചെയ്ത് കഴിഞ്ഞു ഗൈസ്. നമുക്ക് ഈ വീഡിയോയുടെ അവസാനിപ്പിക്കാം. അടുത്ത വീഡിയോ നമ്മളൊരു വലിയ ഫാം ഉണ്ടാക്കാൻ പോകുന്നു ഗൈസ്. അപ്പോൾ അപ്പോഴത്തേക്ക് നമുക്ക് ടാറ്റ ബൈ ബൈ. അടുത്ത വീഡിയോ കാണാം. എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യണം. ടാറ്റ.